എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ അധികം സെയിൽ വീഡിയോകളും അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോകളാണ് ചെയ്യാറ്. എന്നാൽ മറ്റ് പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. കുറേ മാസങ്ങൾക്ക് മുൻപ് എല്ലാ പ്ലാന്റ്സുകളും സെയിൽ ചെയ്തിരുന്നു. ഇപ്പോഴും പല പ്ലാന്റ്സുകളും സെയിൽ ചെയ്യാറുണ്ട്. പഴയ വീഡിയോകളൊക്കെ കണ്ട് പലരും ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ അങ്ങനെ സെയിൽ ചെയ്യാറാണ് പതിവ്. അതിൻ്റെ വീഡിയോകൾ ചെയ്യാറില്ല എന്ന് മാത്രം. കുറേ മാസങ്ങൾക്ക് മുൻപാണ് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകൾ അതുപോലെ ചില ഫ്ലവറിംഗ് പ്ലാന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അഗ്ലോണിമ പോലുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കൊന്നും പ്ലാന്റ്സ് കൊടുക്കാൻ വേണ്ടി സാധിക്കാറില്ല. ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട്. ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത്. റേറ്റ് വളരെ കുറവിനാണ് ഞാൻ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഡറിൽ നിന്നും പ്ലാന്റ്സുകൾ കൊടുക്കാൻ ഉണ്ടാവാറില്ല. എന്നാൽ അഡീനിയം പ്ലാന്റ്സുകൾ എത്ര എണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും എത്ര പേർക്ക് വേണമെങ്കിലും എനിക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അഡീനിയം പ്ലാന്റ്സുകൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നഴ്സറിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. 75 രൂപ 85 രൂപയുടെ ഒക്കെ അഡീനിയം പ്ലാന്റ്സ് ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. അത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങനെ സെയിൽ ചെയ്യുന്നതാണ്. അതേസമയം 175 രൂപ 180 രൂപയ്ക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ നഴ്സറിയിൽ നിന്നാണ് ഞാൻ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും അവൈലബിൾ ആണ്. 50 വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ തേക്കിൻ സ്റ്റെമ്മുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നിലമ്പൂർ തേക്കിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. 15 രൂപ 20 രൂപയ്ക്കൊക്കെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും എല്ലാവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ്. അഡീനിയം പ്ലാന്റ്സുകളും തേക്കിൻ സ്റ്റെമ്മുകളും എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ ചാനലിൽ അഡീനിയം പ്ലാന്റ്സിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാൻ ക്യാഷ് എല്ലാവരുടെ നിന്നും മേടിക്കാറുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ നഴ്സറിയിൽ നിന്ന് എടുത്ത് അങ്ങനെ അയക്കുന്നത് കൊണ്ടാണ് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് ഞാൻ മേടിക്കുന്നത്. എനിക്ക് അവിടെ കൊടുക്കാനായിട്ടാണ്. അതേസമയം ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോയിൽ പോലും ഞാൻ ക്യാഷ് അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഈ വീഡിയോയിലെ പ്ലാന്റ്സുകൾക്കൊക്കെ ക്യാഷ് മുൻകൂറായിട്ട് തന്നെ തന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സുകളെല്ലാം മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുന്നതാണ്. സെയിം പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇനി എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് ഒന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്ന കുറേ പേർക്ക് മാത്രമേ പ്ലാന്റ്സുകൾ നൽകാൻ കഴിയുള്ളൂ. സെയിലിനായിട്ടുള്ള ഒന്നാമത്തെ വെറൈറ്റിയാണ് കാണുന്നത്. ഈ കലാത്തിയ പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. 15 റുപ്പീസ്. ജിഫി ബാഗിൽ ഞാൻ തന്നെ പ്രിപ്പറേഷൻ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഈ പ്ലാന്റിനൊക്കെ ഇപ്പോഴും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സുകൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഞാൻ തന്നെ ഇവിടെ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് അത്ര റേറ്റ് കുറവിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മദർ പ്ലാന്റിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 15 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വെറൈറ്റി സിൽവർ പോത്തോസ് എന്നൊക്കെ അറിയപ്പെടുന്ന സാറ്റിൻ പോത്തോസ്, മണി പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. 10 റുപ്പീസ്. പ്ലാന്റ്സിന് ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഈ നമ്പറിലേക്ക് വേണ്ടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണ് വേണ്ടത്. കുറേ പേർ വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. സെയിൽ ചെയ്യാനുള്ള നെക്സ്റ്റ് വെറൈറ്റി ഫിലാഡൻഡ്രോൺ ഗ്ലോറിയോസം പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ കഴിഞ്ഞിടെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ഈസി ആയിട്ട് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. 50 രൂപയാണ്. ഈ ബിഗ് പ്ലാന്റ് ആണിത്. വലിയ ലീഫോട് കൂടി നിൽക്കുന്ന പ്ലാന്റ് ആണ്. 50 റുപ്പീസാണ്. ഇനി അതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത ചെറിയ തൈകൾ കാണാം. അത് 20 റുപ്പീസിന് സെയിൽ ചെയ്യുന്നതാണ്. ഇതാണ് അതിൻ്റെ തൈകൾ വരുന്നത്. 20 റുപ്പീസാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ കാണുന്നതിൽ നിന്നും വലിയ പ്ലാന്റ് നോക്കിയിട്ടാണ് അയച്ചു തരിക. 20 റുപ്പീസാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഈ പ്ലാന്റിൻ്റെ ബിഗ് പ്ലാന്റ് കൈവശമുള്ളവർ അത് എങ്ങനെ പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ചെയ്ത് ഒരുപാട് ചെടികൾ ആക്കിയെടുക്കാം എന്നൊന്നും അറിവില്ലാത്തവർക്ക് ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള ഫിലാഡൻഡ്രോൺ ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് ഉണ്ടോ? അത് എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യണം എന്നൊന്നും അറിവില്ലാത്തവർക്കായിട്ടുള്ള ചെറിയ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം നട്ട പ്ലാന്റ്സുകളാണ് കാണുന്നത്. അത്യാവശ്യം മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ്സുകൾ വേണം ഇതുപോലെ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് എടുക്കാൻ. അടി ചേർത്ത് കട്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. പോട്ടിൽ നിന്ന് 1 ഇഞ്ചൊക്കെ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. കട്ട് ചെയ്ത ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ കരിയുടെ പേസ്റ്റോ തേച്ച് കൊടുക്കേണ്ടതാണ്, ചാർക്കോൾ പേസ്റ്റ്. സ്പീഡിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. മനസ്സിലാവാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ മുകൾ ഭാഗം ഒരു 2 റൂട്ട്സൊക്കെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതൊക്കെ ഓരോ ചെടികളാക്കി മാറ്റാവുന്നതാണ്. അതുപോലെ ഈ തണ്ടുകൾ ഓരോ നോഡുകൾ നിർത്തിക്കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇതൊക്കെ ഓരോ ചെടികളാക്കി മാറ്റാവുന്നതാണ്. ഈ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ഈ ഇതൊക്കെ ഓരോ ചെടികളാക്കി മാറ്റാവുന്നതാണ്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഭാഗമാണ് കാണിക്കുന്നത്.
ലീഫുകളൊക്കെ അളിഞ്ഞു പോയതിൻ്റെ ഭാഗമാണ് കാണുന്നത്. ആ സമയത്തേക്കും കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ശിഖരങ്ങൾ വരുന്നത് കാണാം. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നാമ്പുകളാണ് വരുന്നത്. ഏറ്റവും ചുവടിൽ നിന്നാണ് ഈ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ ഓരോ ചെടികളായി മാറിയിട്ടുണ്ട്. റൂട്ട്സൊക്കെ പുതിയ റൂട്ട്സുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് കാണാം. ആറ്റുമണലിൻ്റെ തരി കൂടുതലുള്ള ഭാഗമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് നല്ല മേൽമണ്ണുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വളമൊന്നും ചേർത്തിട്ടില്ല. റീപോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പോട്ടി മിശ്രിതമൊക്കെ നൽകി അങ്ങനെ പോട്ട് ചെയ്യാം എന്നാണ് കരുതിയത്. ഇനി അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ആ ചെറിയ ഓരോ കഷ്ണങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓരോ നോഡിൽ നിന്നും ഇതുപോലെ കിളിർത്ത് വരുന്നതാണ്. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാതൊന്നും അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല. എല്ലാതും കിളിർത്ത് കിട്ടുന്നതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ചെടികൾ ഇതുപോലെ ആക്കിയെടുത്തതായിരുന്നു. ഒരുപാട് പേർക്ക് അറിവുള്ള കാര്യം തന്നെയാണ് ഈ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ. എന്നാലും നിരവധി പേർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാതെ നല്ല ക്യാഷ് കൊടുത്ത് മേടിച്ച പ്ലാന്റ് നീണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില പ്ലാന്റൊക്കെ ഒരു അഭംഗിയായിട്ടൊക്കെ അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് ചെടികൾ ആക്കി മാറ്റാം എന്ന് മാത്രമല്ല, ഏറ്റവും ചോട്ടിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നിരവധി ചെടികൾ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ള ചെടി നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അറിവില്ലാത്തവർക്കായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ സംശയമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരു നോഡ് നിർത്താൻ പേടിയുള്ളവർ 2 നോഡൊക്കെ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്താൽ മതി. 2 ഭാഗത്തുനിന്നും കുറച്ച് അളിഞ്ഞ് വരുമോ എന്നൊക്കെ ഒരു തോന്നൽ ഉള്ളവർ 2 പീസ് നിർത്തിക്കൊണ്ട് 2 ലീഫ് കൊഴിഞ്ഞു പോയ ഭാഗം കട്ട് ചെയ്യുക. സെയിലിനായിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ്, ഫ്ലവറിങ് പ്ലാന്റാണ്. സൺഡേ മൺഡേ എന്നൊക്കെ അറിയപ്പെടുന്ന യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന പ്ലാന്റാണ്. നല്ല ഫ്ലവറിങ് പ്ലാന്റാണ്. മഴ സമയത്ത് കുറച്ച് ഫ്ലവർ കുറയുന്നതാണ്. വേനൽക്കാലത്താണ് നല്ലപോലെ ഫ്ലവർ പിടിക്കുന്നത്. ഇത് തൈകളായതുകൊണ്ടാണ്. ഇനി പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്നതാണ്. ഇത് ഒരു വട്ടം പ്രൂൺ ചെയ്ത പ്ലാന്റുകളാണ്. ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഫ്ലവർ വിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല വയലറ്റ് കളറായിരിക്കും. പിന്നീട് അതൊരു ലൈറ്റ് വയലറ്റിലേക്ക് വരുന്നു. പിന്നീട് അത് വൈറ്റ് കളറിലേക്ക് വരുന്നു. അങ്ങനെ 3 തരത്തിൽ 3 കളറിൽ അങ്ങനെ ഫ്ലവർ വരുന്നതുകൊണ്ടാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പേര് വരാൻ കാരണം. ഇത് ചട്ടിയിലും വളർത്താം, അതുപോലെ പുറത്ത് ഇറക്കി വെച്ചിട്ട് അങ്ങനെ നടാവുന്നതുമാണ്. സെയിലിനായിട്ടുള്ള നെക്സ്റ്റ് വെറൈറ്റി അഗ്ലോണിമ ബോക്സറാണ്. ബിഗ് പ്ലാന്റ് ആണ്. 80 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്, 80 റുപ്പീസ്. സെയിലിനായിട്ടുള്ള നെക്സ്റ്റ് വെറൈറ്റി അഗ്ലോണിമ ബിഗ് റോയ് പ്ലാന്റ് ആണ്. ബിഗ് പ്ലാന്റ് ആണ്. 80 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്, 80 റുപ്പീസ്. ഇനി ഏതൊക്കെ പ്ലാന്റ്സുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ റേറ്റും കൂടെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പ്ലാന്റ്സിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസിൻ്റെയും പ്രൈസ് സഹിതമുള്ള ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.